മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 35-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാതിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കുന്നു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ. അവസാന രാമായണ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം എന്ന് ഒരു ഭട്ടതിരിപ്പാട് സ്വയം ചിന്തിക്കുകയാണ്. സ്വതേ രാവണവധം, ദൈത്യന്മാരെ അസുരന്മാരെയൊക്കെ നശിപ്പിക്കാനാണ് മഹാവിഷ്ണുവിനോട് ബ്രഹ്മാവ് മറ്റു ദേവന്മാരൊക്കെ ബ്രഹ്മാവിനോട് മറ്റു ദേവന്മാരൊക്കെ അപേക്ഷിച്ചതിന് ശേഷം ബ്രഹ്മാവും ദേവന്മാരും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അവതരിച്ച് ശ്രീരാമനായിട്ട് ദശരഥപുത്രനായിട്ട് ജനിച്ച് രാവണ നിഗ്രഹം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവതാരം ഉണ്ടായത് എന്ന് പറഞ്ഞു. പക്ഷേ അതിനെ പറ്റിയിട്ട് ഒന്നും കൂടിയും ഭട്ടതിരിപ്പാടൊന്ന് ആലോചിക്കുകയാണ്. ഇങ്ങനെ സർവശക്തനായിട്ടുള്ള ഭഗവാന് ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചു ഭൂമിയിൽ എന്ന് വെച്ചാലും എന്തിനെ ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? കാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു. കാട്ടിൽ പോയി താമസിച്ചത് പിന്നെ രാവണനെ കൊല്ലാനുള്ളൊരു ഉപായം എന്ന് വിചാരിക്കാം. പക്ഷേ പിന്നെ സീതാപരിത്യാഗം, ലക്ഷ്മണനെയും സീതയെയും ഉപേക്ഷിക്കുക, ഇതൊക്കെ ജീവിതത്തിൽ വേണ്ടി വന്നത് എന്തിനായിരിക്കാം എന്നുള്ളൊരു ചിന്തനം ആണ് ഈ ശ്ലോകത്തിൽ ഉള്ളത്. അതിനെ പറ്റിയിട്ട് പലരും പലതരത്തിൽ പറയാറുണ്ട്. ശ്രീരാമൻ ചെയ്തതൊട്ട് ശരിയായില്ല എന്നുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ട് ഭട്ടതിരി തൻ്റെ അഭിപ്രായം പറയുകയാണ് ഈ ശ്ലോകത്തിൽ. സോയം മർത്യാവതാരഃ സഹ അയം മർത്യാവതാരഃ. അപ്രകാരമുള്ള ഈ മർത്യാവതാരം മനുഷ്യജനായിട്ടുള്ളതായ ജന്മം മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ ശ്രീരാമനായിട്ടുള്ള ഈ മനുഷ്യാവതാരം, മനുഷ്യനായിട്ടാണല്ലോ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുള്ളത്. ഈ മർത്യാവതാരം, ഈ മനുഷ്യനായിട്ടുള്ള ഈ അവതാരം, സ്വയം മർത്യാവതാരഃ തവ, അങ്ങയുടെ ഈ മനുഷ്യനായിട്ടുള്ള അവതാരം, അത് തവ ഖലു നിയതം, അത് സംശയമില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നണത്. നിയതം, തീർച്ചയായിട്ടും. എന്താണത്? മർത്യശിക്ഷാർത്ഥം, മർത്യന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മർത്യശിക്ഷാർത്ഥം, മർത്യന്മാരെ മറ്റു മനുഷ്യർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. മർത്യശിക്ഷാർത്ഥം ഏവം, ഇപ്രകാരം എനിക്കുണ്ടായതുപോലെ, ഏവം മർത്യശിക്ഷാർത്ഥം എന്തു വേണ്ടി, ഈ മർത്യന്മാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏവം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഏവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാതിസക്ത്യ. ഏവം ഇപ്രകാരം എനിക്ക് അനുഭവം ഉണ്ടായതുപോലെ, അവിടെ ആ ഏവം എന്നുള്ളതിന് അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഇപ്രകാരം മനുഷ്യരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അങ്ങനെ എടുക്കാം. ഏവം മർത്യശിക്ഷാർത്ഥം എന്ന് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഏവം വിശ്ലേഷാർത്ഥി നിരാഗസ്ത്യജനമഭിഭവേൽ എന്ന് അങ്ങനെയും എനിക്കുണ്ടായതുപോലെ, ഇപ്രകാരം എനിക്കുണ്ടായതുപോലെ എന്ന് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഏവം മർത്യശിക്ഷാർത്ഥം, ഇപ്രകാരം മർത്യന്മാരെ ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അങ്ങോട്ടായാലും വിരോധമില്ല, രണ്ടും ആവാം. മർത്യശിക്ഷാർത്ഥം, മർത്യന്മാരെ മനുഷ്യരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷാർത്ഥം, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? വിശ്ലേഷാർത്ഥി നിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാതിസക്ത്യ. വിശ്ലേഷാർത്ഥി, വിശ്ലേഷം കൊണ്ടുള്ളതായ ക്ലേശങ്ങൾ, വിരഹം കൊണ്ടുള്ളതായ വിരഹക്ലേശങ്ങൾ. 14 വർഷം കാട്ടിൽ പോയി മാതാപിതാക്കന്മാരിൽ നിന്നുള്ളൊക്കെ വിരഹം സഹിച്ച് കാട്ടിൽ പോയി താമസിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് സീതയിൽ നിന്ന് വിരഹം ഉണ്ടായി. ലങ്കയിൽ പോയി സീത താമസിച്ചത് കൊണ്ടുള്ളതായ വിരഹം ഉണ്ടായി. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷവും രാജ്യഭാരം ഏറ്റതിന് ശേഷവും സീതയെ ഉപേക്ഷിച്ചു, ജനാപവാദം കൊണ്ട് സീതയെ ഉപേക്ഷിച്ചു. അപ്പോഴും സീതാവിരഹം
ഉണ്ടായി. ഇങ്ങനെ വിശ്ലേഷാർത്ഥി വിരഹം എന്നുള്ളതായ ആ ക്ലേശവും ദുഃഖവും, വിരഹത്തിൻ്റെ ദുഃഖവും വിരഹക്ലേശവും, നിരാഗസ്ത്യജനം യാതൊരു തെറ്റും ചെയ്യാത്തവരെ ഉപേക്ഷിക്കേണ്ടി വരിക. സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നതായാലും സീത യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുമാരെ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നതും ലക്ഷ്മണൻ ഒരു തെറ്റും ചെയ്യാതെ കണ്ടാണ്. വംശത്തിന് നാശം വരരുത് എന്നുള്ള ബോധത്തോടു കൂടിയാണ്. അപ്പം അതിനേക്കാൾ ഭേദം താൻ നശിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മണൻ അങ്ങനെ രഹസ്യംഭാഷണം നടക്കുന്ന സമയത്ത് അവിടേക്ക് കയറി ചെന്നത്. ദുർവാസസിൻ്റെ വരവ് അറിയിക്കാനായിട്ട് അവിടെ ചെന്ന് കയറിയത് അത് തൻ്റെ നാശം വന്നോട്ടെ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശ്ലേഷാർത്ഥി നിരാഗസ്ത്യജനം, നിരാഗസ്സുകൾ, ആഗസ് എന്ന് വെച്ചാൽ തെറ്റ്, കുറ്റം, പാപം എന്നൊക്കെ പറയാം. നിരാഗ, ആഗസൊന്നുമില്ലാത്തവർ, കുറ്റം ചെയ്യാത്തവർ, തെറ്റൊന്നുമില്ലാത്തവർ, അങ്ങനെ ഉള്ളവരെയും ഉപേക്ഷിക്കേണ്ടി വരിക. നിരാഗസ്ത്യജനം, സീതയെ സംബന്ധിച്ചോളം അതാണല്ലോ. സീതയെ ഉപേക്ഷിച്ചത്, സീത യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ നിരാഗസ്സായിട്ടുള്ള സീതയെയും നിരാഗസ്സായിട്ടുള്ള ലക്ഷ്മണനെയും ഉപേക്ഷിക്കേണ്ടി വന്നു. അത് രണ്ടും നിരാഗസ്ത്യജനം വിശ്ലേഷാർത്ഥി, വിരഹദുഃഖവും തെറ്റ് ചെയ്യാത്തവരെ ഉപേക്ഷിക്കേണ്ടി വരുന്നതും ഒക്കെ ത്യജനമപി ഭവേത്, അതൊക്കെ സംഭവിക്കും. എങ്ങനെ? കാമധർമാതിസക്തിയ, കാമത്തിനോടും ധർമ്മത്തിനോടും അതിസക്തി ഉണ്ടായാൽ, ധർമാർത്ഥ കാമങ്ങൾ, പിന്നെ മോക്ഷം, ജീവിച്ചിരിക്കണോർത്തികളുള്ളതായിട്ടുള്ള 3 പുരുഷാർത്ഥങ്ങളാണ് ധർമാർത്ഥ കാമങ്ങൾ. ഇത് തുലനം ചെയ്തുകൊണ്ട് വേണം എല്ലാവരും ജീവിക്കാൻ എന്നാണ്. ധർമ്മം വേണം, ധർമ്മം വേണ്ട വിധത്തിലൊക്കെ വേണ്ട തരത്തിലൊക്കെ ധർമ്മം ആചരിക്കണം. ആ അർത്ഥം, മനുഷ്യർക്ക് ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് അർത്ഥത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. കാമം, അതിനെക്കുറിച്ചും ചിന്തിക്കണം. ആണല്ലോ സന്തതി ഉണ്ടാവണം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഈ ധർമാർത്ഥ കാമങ്ങളാണ് 3 പുരുഷാർത്ഥങ്ങളാണ്. ഇത് 3ഉം ഉപേക്ഷിക്കാൻ വയ്യാത്തതാണ്. പക്ഷെ ഒന്നിനു വേണ്ടിയിട്ട് മറ്റൊന്നിനെ ഉപേക്ഷിക്കാനും പാടില്ല എന്നാണ്. ഗൃഹസ്ഥന്മാരായിട്ട് ജീവിക്കുമ്പോൾ അത് ഈ ധർമാർത്ഥ കാമങ്ങൾക്ക് 3നും ഒപ്പം ബലം കൊടുക്കണം. ഒന്നിന് മറ്റൊന്നിനേക്കാൾ മീതെ ആയിട്ട് നിൽക്കാൻ പാടില്ല എന്നാണ്. അപ്പം അങ്ങനെ ധർമ്മത്തിനു വേണ്ടി കാമത്തെയും അർത്ഥത്തെയും ഉപേക്ഷിക്കാൻ വയ്യ, കാമത്തിനു വേണ്ടി ധർമ്മത്തെയും അർത്ഥത്തെയും ഉപേക്ഷിക്കാൻ വയ്യ, അർത്ഥത്തിനു വേണ്ടി ധർമ്മകാമങ്ങളെയും ഉപേക്ഷിക്കാൻ വയ്യ. അപ്പം അങ്ങനെ ധർമാർത്ഥങ്ങളോട് അതിയായിട്ടുള്ള താല്പര്യം ഉണ്ടായാൽ, അതായത് ഇത് മാത്രമേ വേണ്ടൂ, മറ്റത് വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ, വിശ്ലേഷാർത്ഥിർ നിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാതിസക്തിയ, കാമത്തിനോടും ധർമ്മത്തിനോടുമുള്ളതായ അതിസക്തി ഉണ്ടായാൽ, അത്യധികമായ ആസക്തി ഉണ്ടായാൽ, അതിൽ ഒരു ലിമിറ്റുണ്ട്. ആ മര്യാദ വിട്ടിട്ട് ഒന്നിനോടും താല്പര്യം പാടില്ല എന്നാണ്. അങ്ങനെ കാമത്തിനോട് അധികം താല്പര്യം പാടില്ല, ധർമ്മത്തിനോടും അധികം താല്പര്യം പാടില്ല. കാമത്തിനോടുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടായിട്ടാണല്ലോ സീതയ്ക്ക് ആ മാനിനെ കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ ശ്രീരാമനെ പറഞ്ഞയക്കണം എന്ന് തോന്നിയതും, ശ്രീരാമന് പിന്നീട് ആ ആസക്തി കൊണ്ടാണ് വിരഹദുഃഖം ഇത്രത്തോളം അനുഭവിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ സീത പോയി എന്ന് വെച്ചാൽ പോയി എന്നല്ലാതെ കണ്ട് ഈ വിരഹദുഃഖം, അതികഠിനമായിട്ടുള്ള വിരഹദുഃഖം ശ്രീരാമൻ അനുഭവിച്ചു. അത് കഴിഞ്ഞ് സീതയെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടും അതെ നല്ലപോലെ ആ വിരഹദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സീത പറഞ്ഞില്ലേ, അവിടെ അശ്വമേധ യാഗം ചെയ്തപ്പോൾ സീതയുടെ പ്രതികൃതി വിഗ്രഹം ഉണ്ടാക്കിയിട്ടാണ്, സീതയെ പത്നിയെ വെക്കേണ്ടതിന് പകരം പത്നിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവിടെ അശ്വമേധ യാഗം ചെയ്തത് എന്നാണ്. പത്നിയായിട്ട് യജിക്കണതായിട്ടുള്ള ആ യജമാനൻ്റെ പത്നിയായിട്ട് അവിടെ സീതയെ വെക്കേണ്ടതിന് പകരം സീതയുടെ പ്രതികൃതിയാണ് വെച്ചത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാമാതിശക്തി, കാമത്തിനോടുള്ളതായിട്ടുള്ള അതിശക്തി മൂലം ആണ് അത് രണ്ടും വേണ്ടി വന്നത്. അതുമാതിരി ധർമ്മത്തിനോടുള്ള അതിശക്തി മൂലം ആണ് സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നതും ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നതും ഒക്കെ ധർമ്മത്തിനോടുള്ള ആസക്തി കൊണ്ടാണ് അല്ലേ. അച്ഛനെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകേണ്ടി വന്നത് അത് അവതാരത്തിൻ്റെ ഉദ്ദേശമാണെന്ന് പറയാം. കാട്ടിൽ പോകേണ്ടി വന്നതൊക്കെ അവതാര ഉദ്ദേശം അത് നടത്താൻ ഭഗവാനായതുകൊണ്ട് അത്
പ്രാപ്തനാണ്, അത് ചെയ്തു എന്ന് പറയാം. പക്ഷേ ഈ ധർമ്മത്തിനോടുള്ളതായിട്ടുള്ള ആതിശക്തിയും കാമത്തിനോടുള്ള ആതിശക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് തീർച്ചയാണ്. അപ്പം അങ്ങനെ ആ ധർമ്മത്തിനോടും കാമത്തിനോടും അർത്ഥത്തിനോടും പാടില്ല. അർത്ഥത്തിനോടുള്ളതായിട്ടുള്ള അതിശക്തി വേറെ പല ദോഷങ്ങൾക്കും കാരണമായിത്തീരും. അപ്പോൾ ഒന്നിനോടും അതിശക്തി പാടില്ല, അതാതിൻ്റെ നിലയ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് ലോകത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അവതാരം എന്ന് ഭട്ടതിരിപ്പാട് സംശയിക്കുകയാണ്. അല്ലെങ്കിൽ നോചേത് അല്ലായിരുന്നു എങ്കിൽ, അങ്ങനെ അതിനല്ല എന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ വേണ്ടതില്ലല്ലോ. ഭഗവാന് ഈ ക്ലേശങ്ങൾ, വിരഹദുഃഖം, ഇത്ര വളരെ വിരഹദുഃഖം, ആദ്യത്തെ വിരഹദുഃഖം സഹിച്ചു, പിന്നെ ഈ രണ്ടാമത്തെ വിരഹദുഃഖം സഹിക്കാൻ വേണ്ടിയിട്ട് ഈ സീതയെ ഉപേക്ഷിക്കേണ്ടി വരിക എന്നുള്ളത് അതില്ലല്ലോ. ധർമ്മത്തിനോടുള്ള ആസക്തി കൊണ്ടല്ലേ അത് വേണ്ടി വന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന് സീതയുടെ ശുദ്ധി തെളിയിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അവിടെ ആ ധർമ്മത്തിനോടുള്ള ആസക്തി, അത് അത്യധികമായിട്ടുള്ള ആസക്തി, അതാണ് അവിടെ സീതയെ ത്യജിക്കുന്നതിനും ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നതിനും ഒക്കെ കാരണമായത് എന്നാണ് പറയണത്. അപ്പം അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണ് ഈ സ്വയം ഇപ്രകാരം ഒരു കുണ്ടിൽ ചാടിയത് ഭഗവാൻ എന്ന് വെച്ചാൽ അത് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തി പാടില്ല, അതാതിനെ നിലയ്ക്ക് നിർത്തണം എന്ന തൻ്റെ ജീവിതം കൊണ്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയണത്. നോചേത് അല്ലായിരുന്നുവെങ്കിൽ സ്വാത്മാനുഭൂതേഹേ, ഒന്നിലും വേറെ ഒന്നിലും ആഗ്രഹമില്ല, സ്വാത്മാനുഭൂതിയാണ് ഭഗവാൻ. മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഭഗവാൻ എല്ലാറ്റിലും ഉപരി ആയിട്ടുള്ളതായിട്ടുള്ള ഭഗവാനാണ്. അദ്ദേഹം സ്വന്തം ആത്മാവിൽ തന്നെ ലയിച്ച് ആനന്ദം കാണുന്നവനാണ്. വേറെ ഒന്നും വേണ്ട അദ്ദേഹത്തിന്. നേടേണ്ടതായിട്ടൊന്നുമില്ല, കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം സ്വയം അനുഭവിച്ചു. ആത്മാവ് തന്നെയാണ് എല്ലതും എന്നുള്ളത് കൊണ്ട് സ്വാത്മാനുഭൂതിയാണ്, ആത്മാവിൽ തന്നെ ആനന്ദം കാണുന്നതാണ് ഭഗവാൻ. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന് ഇങ്ങനെയൊരു അവതാരം ചെയ്തിട്ട് ഈ ക്ലേശങ്ങൾ സഹിക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്നാണ്. സ്വാത്മാനുഭൂതേഹേ, സ്വാത്മാനുഭൂതിയായ ആത്മാവിൽ തന്നെ ആനന്ദം കാണുന്നതായ അങ്ങയ്ക്ക് സ്വാത്മാനുഭൂതേഹേ കുനു തവ ഭവതോ നോചേൽ സ്വാത്മാനുഭൂതേ കുനു തവ മനസ്സോ വിക്രിയ, അല്ലെങ്കിൽ അങ്ങയുടെ സ്വാത്മാനുഭൂതിയായിട്ടുള്ള അങ്ങയുടെ മനസ്സിന് ഈ ഭേദം, വികാരം എങ്ങനെ ഉണ്ടായി? അങ്ങക്ക് ഈ സീതയെ ഉപേക്ഷിക്കാനും ലക്ഷ്മണനെ ത്യജിക്കാനും ഒക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അങ്ങ് സ്വാത്മാനുഭൂതിയായതുകൊണ്ട് സ്വയം അതൊക്കെ ഒഴിവാക്കാൻ അങ്ങക്ക് കഴിവുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ കണ്ട് അതെല്ലാം സ്വയം അനുവദിക്കുകയാണ് ഉണ്ടായത്. തനിക്കും അതൊക്കെ അനുവദിക്കുകയാണ് ചെയ്തത്. അതിനെയൊക്കെ തടയാനായിട്ട്, അല്ലെങ്കിൽ അതിലൊന്നും താല്പര്യമില്ലാതെ കണ്ട് തനിക്ക് തൻ്റെ ആത്മാവിൽ തന്നെ ആനന്ദം കാണുന്നതായ ഭഗവാന് ഇങ്ങനെയുള്ളതായിട്ടുള്ള വികാരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ധർമ്മത്തിലും കാമത്തിലും അർത്ഥത്തിലും ഒന്നും അതിശക്തി പാടില്ല, വേണ്ട വിധത്തിലേ ഓരോന്നിലും ആസക്തി പാടുള്ളൂ എന്ന് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. നോചേത് അല്ലായിരുന്നുവെങ്കിൽ, അതായത് ഇതിനല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു ഉപദേശം ചെയ്യാനായിട്ട് അല്ലായിരുന്നുവെങ്കിൽ സ്വാത്മാനുഭൂതിയായിട്ടുള്ള സ്വയം ആനന്ദം, ആത്മാവിൽ തന്നെ ആനന്ദം കാണുന്നതായിട്ടുള്ള അങ്ങയ്ക്ക് എന്തിനാണ് ഈ വിരഹക്ലേശവും നിരാഗസ്ഥിജനവും ഒക്കെ അങ്ങ് തന്നെ വരുത്തി വെച്ചതല്ലേ? അതല്ലെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കാൻ അങ്ങക്ക് കഴിവില്ല എന്നിട്ടാണോ? അല്ല. അപ്പം അങ്ങനെ അത് മനുഷ്യരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. സ്വാത്മാനുഭൂതേഹേ കുനു തവ മനസ്സഹ, അങ്ങയുടെ മനസ്സിന് വിക്രിയ, ഈ വികാരവിശേഷം ഉണ്ടായത് എങ്ങനെയാണ്? മനസ്സോ വിക്രിയ ചക്രപാണേ, എല്ലാറ്റിനെയും കാലത്തിന് തന്നെ അതീതനായിട്ടുള്ളതാണ് അങ്ങ്. കാലമാണ്, കാലസ്വരൂപിയാണ് അങ്ങയുടെ സുദർശന ചക്രം. ആ ചക്രം കയ്യിൽ വഹിക്കുന്നതായിട്ടുള്ള അങ്ങയ്ക്ക് ചക്രപാണിയാണ് അങ്ങ്. അപ്പോൾ എല്ലാറ്റിനെയും തൻ്റെ കാലത്തിനെ തന്നെ തൻ്റെ അധീനതയിലാക്കാൻ അങ്ങയ്ക്ക് കഴിവുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയ്ക്ക് എങ്ങനെയാണ് ഈ വികാരം ഉണ്ടായത്? മനസ്സിന് അങ്ങയ്ക്ക് ഈ വികാരം ഉണ്ടായത് അത് ഇതിനു വേണ്ടി തന്നെയാണ് എന്ന് പറയാണ്. സത്വം, അപ്രകാരമുള്ള അങ്ങ് സത്വം സത്വൈകമൂർത്തിയാണ് അങ്ങ്. അപ്പം അവിടെ ക്ലേശം വിരഹം എന്നുള്ളതൊന്നുമില്ല അവിടെ.
സത്വികമൂർത്തിയാവുമ്പോൾ ആനന്ദം, സത്വം എന്ന് പറഞ്ഞാൽ ആനന്ദസ്വരൂപമാണ് സത്വം എന്നുള്ളതാണ്. ആ ഭഗവാന്റെ വിഷ്ണു സ്വരൂപം എന്നുണ്ടല്ലോ, അത് സത്വികമൂർത്തിയാണ്. സത്വഗുണം മാത്രമേ ഉള്ളൂ അവിടെ എന്നാണ്. രജോ ഗുണവും തമോ ഗുണവും ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സത്വമികമൂർത്തിയായിട്ടുള്ള അങ്ങയ്ക്ക് ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ഒന്നും ആധിക്യം വേണ്ടതില്ല. പക്ഷെ അങ്ങതിനെയൊക്കെ അങ്ങ് സ്വീകരിച്ചു, സ്വയം സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. സത്വം സത്വയ്യമൂർത്തേ പവനപുരപതേ, അല്ലയോ ഗുരുവായൂരപ്പ, വ്യാധുന്നു വ്യാധിതാപാൻ, വ്യാധിതാപാൻ വ്യാധി കൊണ്ടുള്ള എനിക്കുള്ളതായിട്ടുള്ള താപങ്ങളെ, ക്ലേശങ്ങളെ, വ്യാധുന്നു ഇല്ലാതാക്കിയാലും നശിപ്പിച്ചാലും, വ്യാധുന്നു വ്യാധിതാപാൻ എൻ്റെ വ്യാധിതാപങ്ങളെ, വ്യാധി കൊണ്ടുണ്ടാവുന്നതായ എൻ്റെ അസുഖം കൊണ്ടുണ്ടാവുന്നതായ താപങ്ങളെയെല്ലാം അങ്ങ് ഇല്ലാതാക്കിയാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതോടുകൂടിയിട്ട് ആ ദശകവും രാമായണ കഥയും അവസാനിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ആ രാമായണ കഥയ്ക്ക്, ഈ രാമായണം എന്നുള്ള കഥയിൽ പറയണതായിട്ടുള്ള ആ ശ്രീരാമ അവതാരത്തിന് ഇതാണ് ഒരു പ്രത്യേകം മനുഷ്യർക്ക് നൽകാനുള്ളതായിട്ടുള്ള ഒരു ഉപദേശം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വയം ജീവിതം കൊണ്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ്. ധർമ്മകാമങ്ങളിൽ അത്യാസക്തി പാടില്ല, പാകത്തിനേ പാടുള്ളൂ. അതിലധികം വേണ്ട എന്നല്ല പറയണത്, വേണം. പക്ഷെ മനുഷ്യരായാൽ, ഗൃഹസ്ഥന്മാരായാൽ ധർമാർത്ഥ കാമങ്ങളിലൊക്കെ താല്പര്യം വേണം. മോക്ഷത്തിലേക്ക് അതിന് ശേഷം മാത്രമേ താല്പര്യം വേണ്ടൂ എന്നുള്ളതാണ്. ധർമാർത്ഥകാമങ്ങളിലേക്ക് ഗൃഹസ്ഥന്മാർക്കൊക്കെ ധർമാർത്ഥകാമങ്ങളിൽ താല്പര്യം വേണ്ട 3 പുരുഷാർത്ഥങ്ങൾ തന്നെയാണ് അതൊക്കെ. അപ്പോൾ അവയിൽ താല്പര്യം വേണം, പക്ഷേ അതൊന്നും അത്യാസക്തി പാടില്ല. ധർമ്മത്തിലോ അർത്ഥത്തിലോ കാമത്തിലോ അതിസക്തി പാടില്ല എന്ന് മനുഷ്യർക്ക് ഉപദേശിക്കാൻ വേണ്ടിയാണോ അങ്ങയുടെ ഈ അവതാരം എന്ന് കവി പറയാണ്, പട്ടേരിപ്പാട് പറയാണ്. ശ്ലോകം ഒന്നും കൂടിയും ചൊല്ലാം. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാതിസത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കുന്നു തവ മനസോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുന്നു വ്യാധിതാപാൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഈ നിന്മർത്യാവതാരം മനുജനറിവിനായി തീർച്ച ചക്രാധിനാഥ, കാമം ധർമാതിസത്യ, സ്വജനവിരഹവും ത്യാഗവും സംഭവിക്കാം. അല്ലെങ്കിൽ ബ്രഹ്മതത്വം തവ മനസ്സി തുലം കാമമോഹം വരില്ല. അങ്ങാം സത്വസ്വരൂപ പവനപുരപതേ രോഗദുഃഖത്തെ മാറ്റൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.